എന്നിട്ട് പുതിയൊരു ക്യാപ്സ്യൂൾ ഇറങ്ങിയിരിക്കുകയാണ് അതിന് സമരത്തിന്. അത് വി ഡി സതീശൻ RSSന്റെ ഏജന്റാണ്. ആ ക്യാപ്സ്യൂൾ കയ്യിൽ വെച്ചാൽ അത് കേരളത്തിൽ ഓടൂല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആ ക്യാപ്സ്യൂൾ ഇറക്കിയവർ മറുപടി കൊടുക്കണം. 1977 RSS പിന്തുണയോടുകൂടി ജയിച്ചു വന്ന MLA ആയി ജയിച്ചു വന്ന ആളല്ലേ ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. മുഖ്യമന്ത്രിയായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ സ്വന്തം കാറിൽ പോവാതെ വേറെ കാറിൽ പോയി മസ്കറ്റിൽ വെച്ച് കേരളത്തിലെ RSS നേതാക്കളുമായി ചർച്ച നടത്തി ഒത്തുതീർപ്പിലാക്കാൻ നേതൃത്വം കൊടുത്ത ആളല്ലേ പിണറായി വിജയൻ. ആരാ RSSന്റെ ഏജന്റ്? ഈ നമ്മുടെ നാഗ്പൂരിലെ പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രി നിതിൻ ഗഡ്കരിക്ക് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായി പോയത് ആരാ? ഏത് RSSന്റെ ഏജന്റ് അവിടെ പോയത്? ആരാ പോയത്? BJPയുമായി അവിശുദ്ധ ബാന്ധവത്തിന് നേതൃത്വം കൊടുക്കുന്ന CPM നേതാവ് ആരാ? ഇതെല്ലാമാണ് RSSന്റെ ഏജന്റുമാർ. അവരാണ് ഇതേ പണി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ എന്തായാലും ഗവർണറെ വിളിച്ച് നിർമ്മലാ സീതാരാമനെ വിളിച്ച് ഒരുമിച്ച് പുട്ടും കടലയും കഴിക്കാൻ പോയ ആളല്ല. ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ വിളിച്ച് നിർമ്മലാ സീതാരാമന്റെ കൂടെ പുട്ടും കടലയും കഴിക്കുന്ന കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നില്ല. അതാരായിരുന്നു ആ RSSന്റെ ഏജന്റ്? അപ്പൊ ക്യാപ്സ്യൂൾ ഇറക്കിയവരോട് അത് പോയി ഒന്ന് ചോദിച്ചാൽ മതി. കുട്ടികൾ നിങ്ങളെ കൊണ്ട് ചുടിയോറ് മാന്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികളെ കൊണ്ട്. എന്നിട്ട് പോലീസ് നോക്കിയിരിക്കുകയാണ്. അല്ലല്ല, അത് പറഞ്ഞോട്ടെ തന്നെ. അത് അവര് പറഞ്ഞാൽ ആവൂലല്ലോ. ഏറ്റവും യോജിച്ച പേര് അത് പിണറായി വിജയനാണ്. അതാണല്ലോ ഞാൻ 5 കാര്യം പറഞ്ഞു. മസ്കറ്റിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നിങ്ങൾ കേരളത്തിലെ RSS നേതാക്കളുമായി ചർച്ച നടത്തിയില്ലേ? തല കുനിച്ച് താഴേക്ക് നോക്കിയിരുന്നു, മറുപടി പറഞ്ഞില്ല. എല്ലാത്തിനും മറുപടി പറയുന്ന ആളല്ലേ മുഖ്യമന്ത്രി. പറഞ്ഞില്ലല്ലോ. എന്താ പറയായിരുന്നത്? 77 RSSന്റെ പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്താണ് നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള ബന്ധം പിണറായി വിജയന്? RSS ആസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് നിതിൻ ഗഡ്കരി. സംഘപരിവാറുമായിട്ടുള്ള പിണറായി വിജയൻ്റെയും കേരളത്തിലെ CPMൻ്റെയും ഇടനിലക്കാരനാണ് നിതിൻ ഗഡ്കരി. എന്തിനാണ് ഈ നിർമ്മലാ സീതാരാമനുമായി പ്രഭാത ഭക്ഷണത്തിന് ഈ ഗവർണർ രാജേന്ദ്ര RSSകാരനാണല്ലോ, അറിയാലോ RSSകാരനാണെന്ന് നേരത്തെ. RSSകാരനായ രാജേന്ദ്ര അർലേക്കറെ എന്തിനാണ് ക്ഷണിച്ചത്? RSSകാർ വന്ന് ഇവിടെ പ്രസംഗിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ രാജ്ഭവനിൽ അധിക്ഷേപിച്ചപ്പോൾ ഞങ്ങളല്ലേ എതിർത്ത്? അന്ന് മിണ്ടിയില്ലല്ലോ പിണറായി വിജയൻ. അത് ഞങ്ങൾ പറഞ്ഞില്ലേ രാജ്ഭവനെ നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കണം. ചെയ്തില്ല. അപ്പം കേരളം മുഴുവൻ ഭരണം കൊണ്ട് സാമ്പത്തിക രംഗം തകർന്നു തരിപ്പണമായി, ആരോഗ്യരംഗം വെന്റിലേറ്ററിലായി, വിദ്യാഭ്യാസ രംഗം കുളമായി, മലയോരത്ത് വന്യജീവി ശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു, തീരപ്രദേശത്ത് ജനങ്ങൾ വറുതിയിലാണ്, കേരളം മുഴുവൻ ലഹരി മാഫിയയുടെ കൈകളിലാണ്. ഇതാണ് ഭരണത്തിൻ്റെ ബാക്കി പത്രം. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരാഭാസങ്ങൾ നടത്തുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയും. മറ്റൊരു വിഷയത്തിലാണ് വണ്ടൂരിൽ CPMന്റെ നേതൃത്വത്തിൽ മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സീതാവുവിന്റെ കൈവിട്ടും എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധം. ഞാനതാണ് ഈ CPM എങ്ങോട്ടാണ് പോകുന്നത്? ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മീഡിയ വണ്ണിന്റെ മാനേജിംഗ് എഡിറ്റർ ശ്രീ ദാവൂദിന്റെ കൈ വെട്ടിക്കളയും CPMനോട് കളിച്ചാൽ എന്ന് പറഞ്ഞ് പ്രകടനം നടത്തിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പോലീസിനും ധൈര്യമുണ്ടോ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ? നിങ്ങളറിയണം, മാധ്യമപ്രവർത്തകർ, ഈ മൈക്കുമായി നിൽക്കുന്ന നിങ്ങളറിയണം, ഒരു മാധ്യമപ്രവർത്തകന്റെ കൈവെട്ടും എന്ന് പറഞ്ഞ് ഇത് ഡൽഹിയല്ല കേരളമാണ്. ഇവിടെ സമരം നടത്തിയിരിക്കുകയാണ് CPM. അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് CPM നേതൃത്വം. ഒരു മാധ്യമപ്രവർത്തകന്റെ കൈവെട്ടു എന്ന് പറഞ്ഞത്, ആ കൈവെട്ടു എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തവരെ, നേതൃത്വം കൊടുത്തവരെ ജയിലിലടയ്ക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ? പിന്നെന്താ നരേന്ദ്രമോദിയുടെ സംഘപരിവാർ സർക്കാരും പിണറായി വിജയന്റെ ഈ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് ഡൽഹിയിലായിരുന്നെങ്കിൽ ഇവിടെ പ്രകടനം നടത്തിയേനെ CPM അല്ലേ? ഇവിടെ പ്രകടനം നടത്തിയേനെ. ഡൽഹിയിൽ സംഘപരിവാറാണ് ഇത് നടത്തിയെങ്കിൽ ഇവിടെ പ്രകടനം നടത്തിയേനെ CPMകാർ. ഇവിടെ സംഘപരിവാറിൻ്റെ അതേ തോണിയിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഇവർക്ക് സമരം ചെയ്യുന്നത് ഇഷ്ടമല്ല,
അവർക്കെതിരായി വാർത്തകൾ എഴുതുന്നത് ഇഷ്ടമല്ല. മനസ്സിലായി? അവർക്കെതിരായി ഒരു വാർത്തയും പറയാൻ പാടില്ല. പറഞ്ഞാൽ കൈവെട്ടും, കാല് വെട്ടും, വീട്ടിൽ കൊണ്ടുപോയി റീത്ത് വയ്ക്കും, വെള്ളം വിരിപ്പിച്ച് കിടത്തും, എന്തൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുക. പത്രപ്രവർത്തകരെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, CPM-കാരെ, ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല, ഇത് കേരളമാണ്, ജനാധിപത്യ കേരളം. കഴിഞ്ഞ ദിവസം മന്ത്രിമാർ ഭീഷണിപ്പെടുത്തി, മന്ത്രിമാർക്കെതിരായി സമരം ചെയ്താൽ പ്രതിപക്ഷ നേതാക്കന്മാർ റോഡിലിറങ്ങി നടക്കില്ല. നീ കൈവെട്ടും കാലുവെട്ടും എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെയും പ്രകടനം നടത്ത്. ഞങ്ങൾ പേടിച്ച് വീട്ടിൽ കയറിയിരിക്കുകയാണെന്ന് പറഞ്ഞേ, പുറത്തിറങ്ങാതെ. ഇവരെ പേടിച്ചിട്ട് ഇവരെ ഒരാൾക്കും പേടിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ, ബംഗാളിൽ ഇതുപോലെയായിരുന്നു. അവസാന വർഷം, അവസാനത്തിൻ്റെ ആരംഭമാണ്. കേരളത്തിലെ CPM ഭരണത്തിൻ്റെ അവസാനത്തെ ആരംഭം. ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ EMS, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ട് അദ്ദേഹം പോവുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അണികളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.